ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആർജിച്ചതും അതുപോലെ പ്രേക്ഷകർ എല്ലാവരും നെഞ്ചോട് ചേർത്ത ഒരു പരമ്പര കൂടിയായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വന്ന സ്വാന്തനം എന്ന് പറഞ്ഞ പരമ്പര. ഈ പരമ്പര ഇഷ്ടപ്പെടാൻ കാരണം ഇതിലെ ചേട്ടനനിയന്മാരുടെ കഥയും അതുപോലെ കൂട്ടുകുടുംബത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ഒക്കെ കഥയായിരുന്നു. തമിഴിലെ പാണ്ഡ്യൻ സ്റ്റോഴ്സിൻ്റെ റീമേക്കായിരുന്നു മലയാളത്തിൽ സ്വാന്തനം എന്ന് പറഞ്ഞ പരമ്പര. എന്നാൽ ഈ ഒരു പരമ്പര നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ വന്നിരുന്നു. ഈ പരമ്പര നിർത്തേണ്ട, അതാണ് ഇതാണ് ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു. സംവിധായകൻ്റെ മരണത്താലാണ് പെട്ടെന്ന് ഈ ഒരു പരമ്പര അവസാനിപ്പിക്കേണ്ടി വന്നത്. എന്നാൽ ഇതിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടാകുന്നതിനെക്കുറിച്ചൊരു ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നു. എന്നാൽ ഈ അടുത്ത സമയത്താണ് ഏഷ്യാനെറ്റ് ഇതിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടെന്ന് പറഞ്ഞ ഒരു പ്രൊമോ പുറത്തുവിട്ടത്. ആ ഒരു സമയത്ത് ജനങ്ങൾ ഏറെ സന്തോഷിച്ചിരുന്നു. കാരണം ഈ ഒരു സീരിയൽ വീണ്ടും കാണാമല്ലോ എന്ന് കരുതി പഴയ താരങ്ങളൊക്കെ കാണാമല്ലോ. പഴയ താരങ്ങളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്നേഹിച്ചിരുന്ന ഓരോ കോംബോ വെച്ചിട്ടാണ്. പഴയ താരങ്ങളെ വീണ്ടും കാണാമല്ലോ എന്നോർത്ത് ഏഷ്യാനെറ്റിലെ പ്രൊമോ കാരണം സന്തോഷിച്ചിരുന്നപ്പോൾ വീണ്ടും ഒരു പ്രൊമോ വന്നു. നമ്മുടെ ഏഷ്യാനെറ്റിലെ സാന്ത്വനം സീരിയലിൽ ബാലേട്ടൻ ആ ഒരു പ്രൊമോ പുറത്തുവിട്ടത്. അപ്പം ബാലേട്ടൻ അഭിനയിച്ച ആ ഒരു പ്രൊമോ വന്ന സമയത്ത് എന്തായാലും ഉറപ്പിച്ചു പഴയ താരങ്ങളായിരിക്കുമെന്ന്. പക്ഷേ എന്നാൽ ഇതാ വീണ്ടും ഈ ഒരു ഇന്നിപ്പം 31 മെയ് ഇന്നിപ്പോൾ ഏഷ്യാനെറ്റിലൊരു പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോയിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ താരങ്ങൾ ആരും തന്നെ ഇല്ല. ഇതിനകത്തിൽ നമുക്ക് പിന്നെ കുടുംബവിളക്കിലെ സിദ്ധാർത്ഥ് എന്ന് അഭിനയിച്ച ആളുണ്ട്. അതുപോലെ മറ്റുള്ള ചാനലിൽ അഭിനയിച്ച താരങ്ങളാണ്. 2 കുടുംബങ്ങളാണ്. ഒരു മതിലിന് അപ്പുറവും ഇപ്പുറമാണ് വീട് വരുന്നത്. വീടിനകത്തിൽ ആ കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ ഇപ്പുറത്തെ ഒരാൾ കല്യാണം കഴിക്കുന്നു. അവർക്ക് മക്കളും പിന്നെ ഒക്കെ ആയിട്ട് ജീവിക്കുന്നു. അപ്പോൾ ആ സമയത്ത് അവർ തമ്മിലുള്ള സംഭാഷണം, അതായത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കമ്പയർ ചെയ്യാനുള്ളത് കാര്യസ്ഥൻ സിനിമയാണ്. കാര്യസ്ഥൻ സിനിമ അങ്ങനെയാണ് എനിക്ക് ആ പ്രൊമോ കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾ ഈ ഒരു പ്രൊമോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്നാലും കമൻറ്റായി രേഖപ്പെടുത്തുക. കാരണം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഈ ഒരു പ്രൊമോ കണ്ടപ്പോൾ. കാര്യസ്ഥൻ സിനിമയ്ക്കകത്തിൽ എങ്ങനെയാണ് ഡയലോഗുകളൊക്കെ പറഞ്ഞത് അതേ രീതിയിൽ തന്നെയാണ് പിന്നെ കാര്യസ്ഥൻ സിനിമയ്ക്കകത്തിൽ അറിയാം. അവിടുന്ന് അപ്പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ ഇപ്പുറത്ത് കേൾക്കുമ്പോൾ അടിക്കാൻ ഇറങ്ങിയിട്ട് വെളിയിൽ കൂടെ ഒക്കെ വരുന്നു, ആ സംസാരം ഉണ്ടാകുന്നു, വാക്കുതർക്കം ഉണ്ടാകുന്നു. അതേ രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു പ്രൊമോ വന്നപ്പോഴും നമ്മൾ കണ്ടത്. നിങ്ങൾ പ്രൊമോ കണ്ടവരാണെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ പഴയ താരത്തെയാണ് കാത്തിരുന്നത്. ഇപ്പോൾ വന്നത് പുതിയ താരങ്ങൾ. എന്തായിരിക്കും ഈ കഥ, എവിടെ വരെ പോകുന്നുവെന്ന് ഒരു പിടിയും നമുക്കറിയില്ല. എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾ പഴയ താരത്തെ ആയിരിക്കും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എന്തായാലും പഴയ താരം എത്തിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഉടൻ അടുത്ത അപ്ഡേറ്റുമായിട്ട് നമുക്കുടൻ കാണാം.